Good afternoon, children. In the previous class, we learnt about force. In the last class, we told that there are effects of force. We have to discuss about the effects of force. Force has many effects on the objects it is applied to. It can cause many changes to the object to which force is applied. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? ഒരു ശക്തി ഒരു ഒബ്ജക്റ്റിന്റെ മേലെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? അത് മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ടു സ്റ്റോപ്പ് ദ മൂവ്മെന്റ്, ഓർ ടു ചേഞ്ച് ദ ഡയറക്ഷൻ, ഓർ ടു കൺട്രോൾ ദ സ്പീഡ്. അപ്പൊ അങ്ങനെ കുറെ എഫക്റ്റ് ഉണ്ട്, മനസ്സിലായോ? അങ്ങനെ കുറെ എഫക്റ്റ് ഫോഴ്സിന്റെ ഉണ്ട്. അത് എന്തൊക്കെയാണ്, ഓരോ ഒബ്ജക്റ്റിന്റെ മേലെ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. ഫോഴ്സ് കോസസ് മോഷൻ. മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയും? മൂവ്മെന്റ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കണ ഒബ്ജക്റ്റ് മൂവ് ചെയ്യണതിനെയാണ് മോഷൻ എന്ന് പറയുക. സി, എ ചേഞ്ച് ഇൻ ഒബ്ജക്ട് പൊസിഷൻ ഈസ് കോൾഡ് മോഷൻ. ഒരു സാധനം ഒരു സ്ഥലത്ത് ഇരിക്കുന്നവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറുന്നതിന്, ഓക്കെ, ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറുന്നതിനാണ് എന്ത് പറയുക? മോഷൻ. Okay, so a change in object's position is called motion. So force causes motion. Movement force nu pattu. Force can bring stationary object in motion provided there is no other force preventing the motion. ഇപ്പൊ ഒരു ടോയ് ഇരിക്കുന്നതിനെ നമ്മൾ അതിങ്ങനെ ഒബ്ജക്റ്റ് വെറുതെ ഇരിക്കുകയാണ്, നമ്മൾ അതിനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യും. പക്ഷെ അപ്പുറത്തുനിന്ന് ഒരു ശക്തിയായിട്ടുള്ള വേറൊരു ഫോഴ്സ് അതിനെ അവിടെ തടുത്ത് നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു അറ്റത്ത് പോയി നിൽക്കുകയാണ്, ഒരു വാളാണ്, അവിടുന്ന് അങ്ങനെ വല്ലതും അല്ലെങ്കിൽ മാത്രം ഫോഴ്സിന് എന്തായാലും ആ മൊബിലിറ്റി പറ്റും. ഓക്കെ, സോ ഫോഴ്സ് ക്യാൻ ബ്രിങ് സ്റ്റേഷനറി ഒബ്ജക്ട് ഇൻ മോഷൻ പ്രൊവൈഡഡ് ദർ ഈസ് നോ അതർ ഫോഴ്സ് പ്രിവെന്റിങ് ദ മോഷൻ. അതെന്താ പറഞ്ഞാല്, ഫോഴ്സിന് സ്റ്റേഷനറി ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കണ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ ഫോഴ്സിന് പറ്റും. നമ്മൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പുഷ് ആൻഡ് പുൾ ഫോഴ്സസ് ആണെന്ന് പഠിച്ചു. അപ്പൊ അതിൽ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റേഷനറി ആയ ഒബ്ജക്റ്റിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് ദർ ഈസ് നോ അതർ ഫോഴ്സ് പ്രിവെന്റിങ് ദ മോഷൻ. വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ആ മോഷനെ തടുത്ത് നിർത്തുണ്ടെങ്കിൽ മാത്രമേ അത് പറ്റാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഫോഴ്സ് ക്യാൻ ബ്രിങ് സ്റ്റേഷനറി ഒബ്ജക്ട് in motion. Okay, when we apply force on any stationary object, it starts moving in the direction of force. നമ്മൾ ഒരു സാധനത്തിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ടോയ് കാർ. ഇപ്പൊ നമ്മൾ ആ ടോയ് കാർ പുഷ് ചെയ്താലേ ഏത് ഡയറക്ഷനിലാണോ നമ്മൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യണത് ആ ഡയറക്ഷനിൽ അത് മൂവ് ചെയ്ത് കൊണ്ടേയിരിക്കും. ഓക്കെ, so when force is applied, a stationary object comes in motion or force changes the position of stationary object. So this is the effect of force. Force causes motion. ഫോഴ്സിന് മൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ ഒരു സ്റ്റേഷനറി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ നിൽക്കണ സ്റ്റിൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ മേലെ നമ്മൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് എക്സേർട്ട് ചെയ്യണ ആ ഡയറക്ഷനിൽ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഫോഴ്സ് കോസസ് മോഷൻ. അണ്ടർസ്റ്റുഡ്? ഫോഴ്സ് ക്യാൻ ബ്രിങ് സ്റ്റേഷനറി ഒബ്ജക്ട് ഇൻ മോഷൻ പ്രൊവൈഡഡ് ദർ ഈസ് നോ അതർ ഫോഴ്സ് പ്രിവെന്റിംഗ് ദ മോഷൻ. വെൻ വി അപ്ലൈ ഫോഴ്സ് ഓൺ എനി സ്റ്റേഷനറി ഒബ്ജക്ട്, ഇറ്റ് സ്റ്റാർട്ട്സ് മൂവിംഗ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. A change in object position is called motion. Example, when we push any toy car, it moves. So, when force is applied, a stationary object comes in motion or force changes the position of stationary object. So, when force is applied, a stationary object comes in motion. നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ നിൽക്കണ ഒബ്ജക്റ്റ് മൂവ് ചെയ്യും. ഓർ അതന്നെ വേറൊരു രീതിയിൽ എങ്ങനെയാ പറയണത്? ഫോഴ്സ് ചേഞ്ചസ് ദ പൊസിഷൻ ഓഫ് സ്റ്റേഷനറി ഒബ്ജക്ട്. രണ്ടും സെയിം ആണ്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ സ്റ്റേഷനറി ആയി നിൽക്കണ ഒബ്ജക്റ്റ് മൂവ് ചെയ്യും. അതന്നെ വേറെ രീതിയിൽ എന്താ പറയണത്? ഫോഴ്സിന് ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും.
Okay, so force causes motion. Understood? Force changes the speed. നമ്മൾ പഠിച്ചു force causes motion. Force cause a stationary object to move. Second effect is force changes the speed. നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് അതിന്റെ സ്പീഡ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. Force changes the motion of a body that is already in motion. മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് അല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റിന്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഫോഴ്സിന് പറ്റും. വെറുതെ നിൽക്കുന്ന ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഫോഴ്സിന് പറ്റും. എക്സാമ്പിൾ, when we push harder to moving toy car, its speed increases. ഒരു പുഷ് കൊടുത്തപ്പോ ആ ടോയ് കാർ ഒരു ചെറിയ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. നമ്മൾ അതിന്റെ മേലെ വീണ്ടും ഒരു പുഷ് കൊടുക്കുകയാണെങ്കിൽ എന്താവും, അത് സ്പീഡിൽ ഫ്രണ്ടിക്ക് പോകും ഇല്ലേ? അപ്പൊ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ട്രോളി നമ്മളൊരു മിനിമം സ്പീഡിൽ ഇങ്ങനെ നിരക്കി കൊണ്ടുപോകണമെങ്കിൽ അത് ആ ഒരു ഇതിലേ പോകുള്ളൂ. കൂടുതൽ ഫോഴ്സ് അതും എക്സേർട്ട് ചെയ്താലോ ആ ഒരു സ്പീഡിൽ അത് മൂവ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ നിങ്ങൾക്ക് എക്സാമ്പിള്? ഇപ്പൊ നിങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ നിങ്ങൾ സൈക്കിൾ ചവിട്ടാണ്, നിങ്ങൾ ആ പെഡലില് ഫോഴ്സ് എക്സേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നിങ്ങൾ ഒരു ഫ്രീ ആയിട്ട് കുറച്ച് സ്പീഡിലേ പോകുള്ളൂ, നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. അതാ ഇവിടെ എക്സാമ്പിൾ. ഒരു വെറുതെ പെഡലില് ഫോഴ്സ് എക്സേർട്ട് ചെയ്തപ്പോ ഒരു ചെറിയ സ്പീഡിൽ പോയി, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് എത്തണം എന്ന് വിചാരിച്ചു. നിങ്ങൾ ആ അതിൽ ഒന്നും കൂടെ പുഷ് ചെയ്തിട്ട് പെഡലില് കൂടുതൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് എന്താവും, സൈക്കിള് സ്പീഡിൽ മൂവ് ആവും. ഓക്കെ, അതാണ് ആ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പൊ ആദ്യം മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സാധനത്തിന് അതിനെ സ്പീഡപ്പ് ചെയ്യാൻ എന്തിനു പറ്റും, ഫോഴ്സിന് പറ്റും. ഓക്കെ, similarly we can apply force in opposite direction of the motion to slow down the speed of the toy car. രണ്ടും പറ്റും. ഇപ്പൊ നമ്മളിങ്ങനെ മെല്ലെ സൈക്കിൾ തന്നെ എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ നിങ്ങൾ ആദ്യം മെല്ലെയാണ് പോയിക്കൊണ്ടിരുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്ത് വേഗം എത്തണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, കൂടുതൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് വേഗം വേഗം ചവിട്ടും. അപ്പൊ നിങ്ങൾ ആ നിങ്ങളുടെ മൂവ്മെന്റ് സ്ലോ ആവോ സ്പീഡാവോ, സ്പീഡാവും. അപ്പൊ നിങ്ങൾ വേഗം ഫാസ്റ്റ് ആയിട്ട് പോകും. കുറച്ച് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് തോന്നി ഇത് സ്പീഡ് കൂടുതലാണ്, നിങ്ങളുടെ അമ്മയോ അച്ഛനോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സൈക്കിൾ ചവിട്ടുമ്പോ മെല്ലെ പോണം, സ്പീഡിൽ പോവരുത്, നിങ്ങൾ വീഴും, അത് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പൊ നിങ്ങൾ അയ്യോ അമ്മ പറഞ്ഞത് അനുസരിക്കണ്ടേ, അച്ഛൻ പറഞ്ഞത് അനുസരിക്കണ്ടേ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആ സ്പീഡ് ഫോഴ്സ് കൊടുക്കണത് നിങ്ങൾ കുറയ്ക്കും ഇല്ലേ? പെട്ടെന്നാണ് ഓർമ്മ വരും, അയ്യോ ഇത്ര സ്പീഡിൽ പോകണ്ട, വീണ് കഴിഞ്ഞാൽ വെറുതെ ചീത്ത കിട്ടും, ഓൾറെഡി അമ്മ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് സ്പീഡിൽ പോവരുത് വീഴരുത് എന്ന്. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക് നിങ്ങൾ ആ സ്പീഡ് കുറയ്ക്കണത്, ആ എക്സേർട്ട് ഫോഴ്സ് കൊടുക്കണത് നിങ്ങൾ കുറയ്ക്കുമ്പോ അതിന് ഓട്ടോമാറ്റിക് എന്താവും, നമ്മുടെ സ്പീഡ് കുറഞ്ഞിട്ട് സൈക്കിളിന്റെ മൂവ്മെന്റും കുറയും. മനസ്സിലായോ? ആ എക്സാമ്പിൾ പറയല്ലേ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവാൻ എളുപ്പം. ഓക്കെ, therefore we can say that force changes the speed of an object. ഫോഴ്സിന് ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. Understood? So force changes the speed. Force changes the motion of body that is already in motion. Example, when we push harder to moving toy car, its speed increases. Similarly, we can apply force in opposite direction of the motion to slow down the speed of the toy car. Therefore, we can say that force changes the speed of an object. Understood? Okay, next. Force stops motion. When we apply more force in the opposite direction of the motion, an object stops moving. ഇപ്പോ ഇതിൽ പറഞ്ഞിട്ടുള്ള എക്സാമ്പിള്, when we try to hold the ball thrown to us with force greater than the force with which it is coming or it comes, it stops. അത് ഇപ്പൊ നമ്മൾ ഒരു ബോള് കളിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് എറിഞ്ഞു തരികയാണ്, എറിഞ്ഞു തരുന്ന ആള് സ്പീഡ് ഫോഴ്സ് എടുത്തിട്ടുണ്ട്, ആ ഫോഴ്സിലാണ് അത് എറിഞ്ഞിട്ട് അത് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യണം, അതിനെ നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്ത് അതിനെ ക്യാച്ച് ചെയ്യും, പിടിക്കും.
പിടിക്കുമ്പോ ആ ബോൾ അവിടെ നിന്നു ഇല്ലേ, അതിന് പിന്നെ മൂവ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോ നിങ്ങളുടെ വികൃതിക്ക് അനുസരിച്ചിട്ടുള്ളത് പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും ഇപ്പൊ നിങ്ങൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫുഡ് സ്കൂട്ടറിൽ ഓടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് വേണത് നിങ്ങളുടെ എൽഡർ സിസ്റ്റർ ആണോ എൽഡർ ബ്രദർ ആണോ, അവർക്ക് ആവശ്യമാണെങ്കിൽ അവര് വന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ മൂവ് ചെയ്യുന്ന പിടിച്ച് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്ത് അല്ല എനിക്ക് വേണം എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി എന്താവും, മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് അവിടെ നിൽക്കും, അത് സ്റ്റോപ്പ് ആവും, പിന്നെ അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, അത് മൂവ് ചെയ്യണ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഫോഴ്സ് വന്നിട്ട് അതിനവിടെ പിടിച്ചു നിർത്തി ഇല്ലേ. സോ ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, മൂവിങ് ഒബ്ജക്റ്റിനെ നിർത്താനും പറ്റും. അണ്ടർസ്റ്റുഡ്? സോ when we apply more force in the opposite direction of the motion, an object stops moving. Example, when we try to hold the ball thrown to us with force greater than the force with which it is coming, it stops. മനസ്സിലായോ നിങ്ങൾക്കത്? നമ്മളുടെ അടുത്തേക്ക് ഒരു ബോൾ എറിഞ്ഞു തരുമ്പോ അവിടുന്ന് ഒരു ഫോഴ്സിൽ എറിയുമ്പോഴേ നമ്മളുടെ അടുത്തേക്ക് വരുള്ളൂ. വെറുതെ അതിനെ തൊട്ടുകൊടുത്ത് എന്താവും, അത് കുറച്ച് ദൂരമായിട്ട് നിൽക്കും. പക്ഷെ നമുക്ക് എറിഞ്ഞു തരുന്ന ആള് നല്ല സ്പീഡിലാണ് എറിയണതെങ്കിൽ അത് നമ്മളുടെ അടുത്തേക്ക് വരും. പക്ഷെ നമ്മൾ വേറൊരു ഫോഴ്സ് കൊടുത്തിട്ട് അതിനെ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ആ വരുന്ന ഫോഴ്സിനെ നമ്മൾ തടഞ്ഞു നിർത്തുകയാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ഫോഴ്സ് കൊടുത്തപ്പോ അതിന്റെ മൂവ്മെന്റ് നിന്നു, അത് അവിടെ നിന്നു. ഓക്കെ, ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ടീച്ചർ പറഞ്ഞത്. നിങ്ങളുടെ സൈക്കിളോ ഫുഡ് സ്കൂട്ടർ, ഈവൻ ഫുട്ബോൾ ആയാലും നിങ്ങൾ കാലുകൊണ്ട് തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ടോ ആരായാലും വന്നിട്ട് ആ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പിടിച്ചു നിർത്തുകയാണെങ്കിലോ, ചിലർ ചെയ്യണ കണ്ടിട്ടില്ലേ, വേറെ ഫോഴ്സ് എക്സൈറ്റ് ചെയ്തിട്ട് അതിനെ മൂവ് ചെയ്യാണ്ടാക്കണത്. അപ്പൊ മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന് നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നിർത്താനും പറ്റും. ഓക്കെ, സോ ഫോഴ്സ് സ്റ്റോപ്സ് മോഷൻ. ദാറ്റ് ഈസ് we can say that force can also stop a moving object. Understood? So force ന്റെ effects ആണ് പഠിച്ചത്. ഇന്ന് നമ്മൾ 3 effects പഠിച്ചു. 2 more effects ഉണ്ട്, that we will discuss in the next class. Okay children, hope you all understood. Watch the video carefully. Okay, thank you.